രാമായണ ക്വിസ് അയോധ്യാകാന്ഡം. രാമായണത്തിലെ രണ്ടാമത്തെ കാണ്ഡം ഏതാണ്? അയോധ്യാകാന്ഡം. അയോധ്യയുടെ രാജാവ് ആരായിരുന്നു? ദശരഥ മഹാരാജാവ്. ശ്രീരാമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് ആര്? ദശരഥ മഹാരാജാവ്. രാമനെ അയോധ്യയുടെ യുവരാജാവായി വാഴിക്കാൻ ദശരഥൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി കൈകേയിയുടെ മനസ്സിൽ വിദ്വേഷം ജനിപ്പിച്ച ദാസി ആരായിരുന്നു? മന്ദര. പണ്ട് യുദ്ധത്തിൽ ദശരഥനെ സഹായിച്ചതിന് കൈകേയിക്ക് അദ്ദേഹം നൽകിയിരുന്ന വരങ്ങൾ എത്രയായിരുന്നു? 2 വരങ്ങൾ. കൈകേയിക്ക് 2 വരങ്ങൾ ലഭിക്കാൻ കാരണമായ യുദ്ധം ഏത്? ദേവാസുര യുദ്ധം. കൈകേയി ആവശ്യപ്പെട്ട ആദ്യ വരം എന്തായിരുന്നു? ഭരതനെ രാജാവാക്കുക. കൈകേയിയുടെ രണ്ടാമത്തെ വരം എന്തായിരുന്നു? ശ്രീരാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കുക. കൈകേയിയുടെ ആവശ്യം കേട്ട ദശരഥന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം ദുഃഖത്തിൽ തകർന്നു. വനവാസ വാർത്ത ശ്രീരാമനെ അറിയിച്ചത് ആര്? കൈകേയി. രാമൻ വനവാസം സ്വീകരിച്ചതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ. രാമന്റെ വനവാസ തീരുമാനത്തിൽ ഏറ്റവും ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചത് ആര്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ എന്താണ് നിർദ്ദേശിച്ചത്? ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് രാജ്യം ഏറ്റെടുക്കാമെന്ന്. രാമൻ ലക്ഷ്മണനെ എന്താണ് ഉപദേശിച്ചത്? ധർമ്മം ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന്. വനവാസത്തിന് പുറപ്പെടുന്ന ശ്രീരാമനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ ഉറച്ചു പുറപ്പെട്ടത് ആരെല്ലാമാണ്? സീതയും ലക്ഷ്മണനും. ലക്ഷ്മണൻ എന്തുകൊണ്ടാണ് വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്? രാമനെയും സീതയെയും സേവിക്കാനായി. വനവാസത്തിനു മുമ്പ് ലക്ഷ്മണൻ ആരുടെ അനുഗ്രഹമാണ് വാങ്ങിയത്? മാതാവ് സുമിത്രയുടെ. സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞ പ്രസിദ്ധമായ ഉപദേശം എന്താണ്? രാമനെ അച്ഛനായും സീതയെ അമ്മയായും വനത്തെ അയോധ്യയായും കണ്ട് ഭക്തിയോടെ കൂടെ പോകുക. രാമനെയും സീതയെയും ലക്ഷ്മണനെയും രഥത്തിൽ വനത്തിലേക്ക് കൊണ്ടുവിട്ട അയോധ്യയിലെ മന്ത്രി ആരായിരുന്നു? സുമന്ത്രർ. ശ്രീരാമൻ വനവാസകാലത്ത് ഗംഗാതീരത്ത് വെച്ച് കണ്ടുമുട്ടിയ വേടരാജാവ് ആരാണ്? ഗുഹൻ. ഗുഹൻ ഏത് രാജ്യത്തിൻ്റെ രാജാവായിരുന്നു? ശൃംഗിവേരപുരം.
ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും തോണിയിൽ കയറ്റി ഗംഗാനദി കടത്തിവിട്ടത് ആരാണ്? ഗുഹൻ. വനവാസത്തിനിടെ ആദ്യം സന്ദർശിച്ച മഹർഷി ആര്? ഭരദ്വാജ മഹർഷി. ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാമൻ എവിടെയാണ് താമസമാക്കിയത്? ചിത്രകൂടം. രാമന്റെ വേർപാട് സഹിക്കാനാവാതെ ദശരഥൻ ആരുടെ ശാപമാണ് ഓർത്തത്? ശ്രവണകുമാരന്റെ മാതാപിതാക്കളുടെ ശാപം. ദശരഥൻ യൗവനത്തിൽ അബദ്ധത്തിൽ കൊന്നത് ആരെയാണ്? ശ്രവണകുമാരനെ. രാമൻ വനത്തിലേക്ക് പോയതിന്റെ ദുഃഖം താങ്ങാനാകാതെ അയോധ്യയിൽ മരണമടഞ്ഞത് ആര്? ദശരഥ മഹാരാജാവ്. ദശരഥൻ അവസാനമായി ആരുടെ പേരാണ് വിളിച്ചത്? ഹാ രാമ, ഹാ സീതേ, ഹാ ലക്ഷ്മണ. ഭരതൻ എവിടെയായിരുന്നു? കേകയ രാജ്യത്ത്. കേകയ രാജ്യത്ത് നിന്ന് മടങ്ങിയെത്തിയ ഭരതൻ അമ്മയായ കൈകേയിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എന്തു തീരുമാനമാണ് എടുത്തത്? രാജ്യം ഭരിക്കില്ല എന്നും രാമനെ തിരികെ കൊണ്ടുവരുമെന്നും. രാമനെ തിരികെ വിളിക്കാൻ ഭരതൻ എത്തിയപ്പോൾ രാമൻ താമസിച്ചിരുന്നത് ഏത് പർവ്വതത്തിലായിരുന്നു? ചിത്രകൂട പർവ്വതം. പിതൃവാക്യ പരിപാലനത്തിനായി രാമൻ മടങ്ങാൻ വിസമ്മതിച്ചപ്പോൾ ഭരതൻ രാമന്റെ പക്കൽ നിന്നും വാങ്ങി തലയിൽ ചുമന്ന് അയോധ്യയിലേക്ക് കൊണ്ടുപോയത് എന്താണ്? ശ്രീരാമന്റെ പാദുകങ്ങൾ. ഭരതൻ പാദുകങ്ങൾ എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? നന്ദി ഗ്രാമത്തിലെ സിംഹാസനത്തിലാണ്. അയോധ്യയിൽ പ്രവേശിക്കാതെ ഒരു സന്യാസിയെപ്പോലെ ജീവിച്ച് ഭരതൻ രാജ്യം ഭരിച്ചത് എവിടെ താമസിച്ചു കൊണ്ടായിരുന്നു? നന്ദി ഗ്രാമത്തിൽ. അയോധ്യകാന്ഡം അവസാനിക്കുന്നത് ഏത് സംഭവത്തോടെയാണ്? ഭരതൻ രാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ സ്ഥാപിച്ച് രാമന്റെ പ്രതിനിധിയായി നന്ദി ഗ്രാമത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്നതോടെ.